പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരാനായി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകും. ക്ഷേമ പെൻഷൻ 1800 രൂപയാക്കി മാറ്റി വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനാണ് ഈ പിണറായി സർക്കാരിന്റെ തീരുമാനം. നമുക്കറിയാം 2021 തെരഞ്ഞെടുപ്പിൽ പിണറായിയുടെ വിജയം ഇത്തരം ക്ഷേമ പെൻഷനുകൾ കൃത്യമായി നൽകിയതും ക്ഷേമ പെൻഷന്റെ വർധനവും അതോടൊപ്പം തന്നെ കിറ്റുകൾ നൽകിയതുമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അന്ന് ഏത് തന്ത്രമാണോ നടപ്പിലാക്കിയത് ആ തന്ത്രം തന്നെയാണ് വീണ്ടും നടപ്പിലാക്കി വീണ്ടും അധികാരത്തിൽ വരാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പിണറായിയെ പിന്തുണയ്ക്കുന്നത് മറ്റൊരു കാര്യം ഭരണവിരുദ്ധ വികാരമാണ്. ഭരണവിരുദ്ധ വികാരവുമായി ബന്ധപ്പെട്ട് ഈ വോട്ടുകൾ രണ്ടായി ചിഹ്നിച്ചിതറാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ഒരു പ്രമുഖ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ആണെങ്കിൽ അവിടെ തമ്മിലടിയും അതോടൊപ്പം തന്നെ പെണ്ണുകേസും മറ്റു വിവാദങ്ങളുമായി പെട്ടിരിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഈ ന്യൂനപക്ഷ വർഗീയത ഉയർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത് തെക്കൻ കേരളത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ അവർക്ക് തിരിച്ചടി ഉണ്ടാകും. കൊല്ലം അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിലെല്ലാം കോൺഗ്രസിന്റെ പ്രതിപക്ഷ സ്ഥാന ആ പ്രദേശത്തേക്ക് ആ പദവിയിലേക്ക് ആ മേഖലയിലേക്ക് BJP വലിയ രീതിയിൽ വളർന്നു കയറുകയാണ്. അപ്പോൾ നഷ്ടമുണ്ടാകാൻ പോകുന്നത് കോൺഗ്രസിനാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കേഡർ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ വോട്ടുകൾ നിലനിർത്താൻ കഴിയും, അവർക്ക് മുന്നേറാൻ കഴിയും. പക്ഷേ കോൺഗ്രസിന് എപ്പോഴും ഭരണവിരുദ്ധ വികാരം ഉണ്ടായാൽ മാത്രമേ അവർക്ക് വിജയിച്ചു കയറാൻ കഴിയുകയുള്ളൂ. ആ ഭരണവിരുദ്ധ വികാരം ഇപ്പോഴുണ്ട്. അതാണല്ലോ നാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടത്. പക്ഷേ അത് ചിഹ്നിച്ചിതറും. അത് ആ ഭരണവിരുദ്ധ വോട്ടുകൾ കോൺഗ്രസിന് മാത്രം ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും മാറി അത് BJPയും പങ്കിട്ടെടുക്കും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി തന്നെ ചിലപ്പോൾ ഒരു 10-15 സീറ്റുകൾ പരാജയപ്പെട്ടാൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ കഴിയും. BJPക്ക് 5-ലധികം സീറ്റുകൾ നേടാൻ കഴിയും. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും അതിനുവേണ്ടിയുള്ള കൃത്യമായ പ്രവർത്തനങ്ങൾ അവർ നടപ്പിലാക്കുകയാണ്. സമരങ്ങളിലൂടെ അതോടൊപ്പം തന്നെ സംഘടനാ സംവിധാനങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൂടെ എല്ലാം ലക്ഷ്യമിട്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തമ്മിലടി തീരുന്നില്ല. അവിടെ യൂത്ത് കോൺഗ്രസിന്റെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള തമ്മിലടി. അബിൻ വർക്കിയും അതോടൊപ്പം തന്നെ ചാണ്ടി ഉമ്മൻ രംഗത്തെത്തി. ചാണ്ടി ഉമ്മന് പിന്തുണയുമായി ക്രൈസ്തവ സംഘടനകൾ രംഗത്തെത്തി. ഇത് ഞങ്ങളുടെ അനുയായികളാണ്, അവരെ ഇങ്ങനെ അവഗണിക്കാൻ പാടില്ല, ചാണ്ടി ഉമ്മനും അബിൻ വർക്കിക്കും കൃത്യമായ പരിഗണന നൽകണമെന്ന് അത്തരം സമുദായ സംഘടനകൾ ആവശ്യപ്പെടുന്നു. നാം അടുത്ത് അത് മൂത്ത കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ അവിടെ അതിനേക്കാൾ വലിയ തമ്മിലടി. എല്ലാ പാർട്ടിയിലും 1-2 ജനറൽ സെക്രട്ടറിമാരാണെങ്കിൽ അവിടെ ഈ നേതാക്കൾ മുഴുവൻ ജനറൽ സെക്രട്ടറിമാരെ ആക്കിയിട്ടും വൈസ് പ്രസിഡന്റുമാരാക്കിയിട്ടും തമ്മിലടി കുറയുന്നില്ല. പല നേതാക്കളും രംഗത്തെത്തിയില്ലേ. അതിൽ മുരളീധരന്റെ ചില സുഹൃത്തുക്കളെ അനുയായികളെ പദവിയിൽ എത്തിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹം, കാരണം ഏറ്റവും പ്രധാനപ്പെട്ട പന്തളത്തെ ഒരു പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ജാഥ ക്യാപ്റ്റനായി നിൽക്കുമ്പോഴാണ് അദ്ദേഹം അതിൽ നിന്നും പിന്നോട്ട് പോകുകയും ഈ പ്രതിസന്ധി ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നത്. ഇങ്ങനെ തമ്മിലടിച്ച് നിൽക്കുന്ന കൃത്യമായ ഐക്യമില്ലാത്ത പാർട്ടിയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പരാജയപ്പെടുത്താൻ രംഗത്ത് വരുന്നത്? അപ്പോൾ തലയ്ക്ക് വെളിവുള്ള ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ ഉണ്ടോ ആ പാർട്ടിയിൽ? അല്ലാതെ പക്ഷം എങ്ങനെയാണ് ഒരു കേഡർ പ്രസ്ഥാനത്തെ പരാജയപ്പെടുത്തണമെങ്കിൽ അവിടെ കൃത്യമായ സംഘടനാ സംവിധാനം ചലിപ്പിക്കണം. ഒരു കാലത്ത് അങ്ങനെ സംഘടനാ സംവിധാനം ചലിപ്പിച്ച VD സതീശന്റെ ഇപ്പോഴുള്ള അവസ്ഥയോ? അദ്ദേഹത്തിന്റെ ഇടവും വലവും നിന്നവർ അദ്ദേഹത്തിന് പണി കൊടുത്ത് തലവേദനയായി മാറിയിരിക്കുകയാണ്. ഇടവും വലവും നിന്നവർക്ക് തലയിൽ കൂടി മുണ്ടിടാതെ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടല്ലോ. അതാണ് നാം പാലക്കാട് ഉൾപ്പെടെ കണ്ടത്. അതിന്റെ പ്രതിസന്ധിയിൽ അദ്ദേഹം നിൽക്കുന്നു. രമേശ് ചെന്നിത്തലയ്ക്കാണെങ്കിൽ അദ്ദേഹം അങ്ങ് എന്തോ ഒരു സ്വപ്ന ലോകത്താണ്. തനിക്ക് പ്രവർത്തിക്കാതെ തന്നെ മുഖ്യമന്ത്രി ആകാമെന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ ഉണ്ടാകുന്നത്. ഈ ജനങ്ങൾ അങ്ങനെ ഇദ്ദേഹം മുഖ്യമന്ത്രി ആകാൻ പണ്ട് VS അച്യുതാനന്ദന്റെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ പാർട്ടി ഒറ്റപ്പെടുത്തുമ്പോഴും ജനങ്ങൾ തെരുവിലിറങ്ങും. അദ്ദേഹത്തിന് പാർട്ടി സീറ്റ് നിഷേധിച്ചപ്പോൾ ജനങ്ങൾ തെരുവിലിറങ്ങി. മുഖ്യമന്ത്രി സ്ഥാനം നിഷേധിച്ചപ്പോൾ ജനങ്ങൾ തെരുവിലിറങ്ങി. ജനങ്ങളുടെ ആവശ്യമായിരുന്നു അന്ന് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി വരണമെന്നത്. അപ്പോൾ അങ്ങനെ ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല. താൻ മുഖ്യമന്ത്രിയായി വന്നാൽ ഇവിടെ ആർക്കാണോ എന്ത് ചെയ്യണമെന്ന ചിന്തയിലാണ് ജനങ്ങൾ ഇരിക്കുന്നത്. മറിച്ച് ഇദ്ദേഹത്തിന്റെ സ്വയം ധാരണ അയാൾ എന്തോ VS അച്യുതാനന്ദനാണ്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ എന്നെ ജനങ്ങൾ ജയിപ്പിച്ചോളും, ജനങ്ങൾ എനിക്കായി സീറ്റ് നേടിത്തരും, എനിക്ക് പൂർണ്ണമായ ജനങ്ങൾ പിന്തുണ തരുമെന്നാണ് അവിടെ രമേശ് ചെന്നിത്തല വിചാരിക്കുന്നത്.
അങ്ങനെ ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിലും വലിയ തിരിച്ചടിയിലേക്ക് പോകുന്നു, സംസ്ഥാന തലത്തും വലിയ തിരിച്ചടിയിലേക്ക് പോകുന്നു. നാം ഈ ജില്ലാ ഘടകങ്ങൾ പരിശോധിച്ചാൽ അവിടെ നേതാക്കൾ മാത്രമേ ഉള്ളൂ, അണികൾ ഒന്നും കാണാനില്ല. പ്രത്യേകിച്ച് ഒരു 2 ദിവസം മുൻപ് പന്തളത്ത് നടന്ന അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട്, ഈ ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട്, അയ്യപ്പപ്പാളി സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അതിരൂക്ഷമായ സമയത്ത് ആ പരിപാടി വെച്ചപ്പോൾ ഈ നേതാക്കളുടെ കസേരകൾ മുഴുവൻ നിറഞ്ഞു കിടക്കുകയാണ്. കാരണം അത്രത്തോളം നേതാക്കളുണ്ട്. ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറിമാർ, കമ്മിറ്റി, KPCC അംഗങ്ങൾ, പിന്നീട് അതുപോലെ തന്നെയാണ് ഈ ജില്ലാ കമ്മിറ്റികളിലും. അങ്ങനെ തിരിച്ച് സ്റ്റേജ് വയ്ക്കണമെന്നാണ് അഭിപ്രായം. കാരണം ഈ അണികൾ കുറവും, എല്ലാ പാർട്ടികളും നാം ചരിത്രം പരിശോധിച്ചാലും നാം പലപ്പോഴും ഈ രീതി എങ്ങനെയാണ്, സ്റ്റേജിൽ കുറച്ച് നേതാക്കൾ മാത്രം, ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് അണികൾ മുന്നിലിരിക്കും. ഇത് ആയിരക്കണക്കിന് നേതാക്കൾ സ്റ്റേജിലും 10-20 അണികൾ പിന്നെ ഈ കസേരയിട്ട് മുന്നിലിരുമിരിക്കും. ആ രീതിയിലേക്കാണ് കോൺഗ്രസ് പാർട്ടി പോകുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം, അത് CPMനെ സംബന്ധിച്ചിടത്തോളം നാം നോക്കുമ്പോൾ വേദിയിലായിരിക്കും, സദസ്സിലായിരിക്കും ആൾക്കാർ കുറവും, ഈ അണികളുടെ എണ്ണം കൂടുതലുമായിരിക്കും. പക്ഷെ ഇത് വ്യത്യസ്തമായ ഒരു രീതിയിലേക്ക് പോകുകയാണ്. എന്തായാലും VD സതീശൻ വന്നതിന് ശേഷം, അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ അങ്ങനെ വ്യത്യസ്തമായ ഒരു പാർട്ടിയായി അവർ പോവുകയാണ്. അപ്പോൾ വ്യത്യസ്തമായി തന്നെ അവർ പരാജയപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെ തുടർച്ചയായി 3 വട്ടമൊന്നും കേരളത്തിന്റെ ചരിത്രത്തിൽ അവർ പരാജയപ്പെട്ടിട്ടില്ല. അത് സംഭവിക്കാൻ പോവുകയാണ്. അങ്ങനെ ഇപ്പോഴുള്ള നേതാക്കൾ വ്യത്യസ്തമായി തന്നെ ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോകുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് തുടർച്ചയായി 3 തവണ പരാജയപ്പെട്ട നേതാക്കളുടെ പേര് ചോദിക്കുമ്പോൾ അത് VD സതീശനും രമേശ് ചെന്നിത്തലയും അടൂർ പ്രകാശും കൊടിക്കുന്നിൽ സുരേഷും KC വേണുഗോപാലും അടക്കമുള്ള നേതൃത്വത്തിലാണ് പരാജയപ്പെട്ടതെന്ന് ഒരു കാലത്ത് ചരിത്രം രേഖപ്പെടുത്തും. ആ ഒരു പരാജയത്തിലേക്കാണ് നിലവിൽ കോൺഗ്രസ് പോകുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായ ധാരണയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്തെല്ലാം തന്ത്രങ്ങൾ തയ്യാറാക്കി അവർക്ക് വിജയിച്ച് കയറാം എന്ന രീതിയിലുള്ള പല PR വർക്കുകളും നടക്കുന്നുണ്ടല്ലോ. ഓരോ ജംഗ്ഷനുകളും നാം പരിശോധിച്ചാൽ നമുക്കറിയാം, അവിടെ സിനിമാ താരങ്ങളെക്കാൾ, മമ്മൂട്ടിയേക്കാൾ, മോഹൻലാലിനേക്കാൾ, സുരേഷ് ഗോപിയേക്കാൾ, പൃഥ്വിരാജിനേക്കാൾ, എല്ലാ നടന്മാരെക്കാൾ, നടിമാരെക്കാൾ അവിടെ നിറഞ്ഞു നിൽക്കുന്നത് പിണറായിയുടെ ഫ്ലെക്സുകളാണ്, കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെയും മന്ത്രിമാരുടെയും ഫ്ലെക്സുകളാണ്. കാരണം മമ്മൂട്ടി, മോഹൻലാലിൻ്റെ എല്ലാം ഫ്ലെക്സുകൾ പൂർണ്ണമായി തന്നെ മുക്കിലും മൂലയിലും കുറഞ്ഞു. ഇപ്പോൾ ഒരു നേതാവേ ഉള്ളൂ, ഒരു അഭിനയിക്കുന്ന നടൻ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ പിണറായി വിജയനാണ്. പിണറായി വിജയനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കുക എന്നത് ഇപ്പോൾ പലരുടെ ആവശ്യമായി മാറിയിരിക്കുന്നു. അതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ മാത്രമല്ല, SNDPയെ സംബന്ധിച്ചിടത്തോളം, NSSനെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതിനൊറ്റ കാരണമേ ഉള്ളൂ, കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന മുസ്ലിം ലീഗ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള തമ്മിലടിയാണെങ്കിൽ, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം ഈ മതരാഷ്ട്രം തന്നെയാണ്. മതേതരത്വത്തിന്റെ ഒരു മുഖംമൂടി ധരിച്ച് 5ാം മന്ത്രിയും നാം കണ്ടിട്ടുണ്ടല്ലോ, 5ാം മന്ത്രിയും അതോടൊപ്പം തന്നെ പച്ച ബോർഡും പച്ച ലഡുവും ഉൾപ്പെടെ വീണ്ടും നടപ്പിലാക്കാനുള്ള ഒരു ശ്രമമാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ആ വലയിൽ വീഴാതിരിക്കാൻ, ആ ചതിക്കുഴിയിൽ വീഴാതിരിക്കാനാണ് SNDP NSSും ഇപ്പോൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ തുറന്ന പിന്തുണ പിണറായി വിജയന് നൽകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.